നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ. മഹായുതിയിൽ ആശയക്കുഴപ്പമില്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുള്ള ജനപിന്തുണ പോലും കോൺഗ്രസിനില്ലെന്നും ഷിൻഡെ. ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമാകും. പുതുച്ചേരിയിൽ വെള്ളപ്പൊക്കം. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം രംഗത്ത്. ചെന്നൈയിൽ ശക്തമായ മഴയും കാറ്റും. 8 മരണം. കേരളത്തിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ വ്യാപക പ്രതിഷേധം. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആഗോളതലത്തിൽ ഇസ്കോണിന്റെ പ്രാർത്ഥനാ യജ്ഞം. ആചാര്യ യുവസന്യാസി ശ്യാംദാസ് പ്രഭുവിന്റെ അറസ്റ്റിലും വ്യാപക പ്രതിഷേധം. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കായി പുതിയ ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ISRO. PSLV-C 59 റോക്കറ്റ് ദൗത്യം നിർവഹിക്കും. വിക്ഷേപണം ഡിസംബർ 4-ന്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി ജയ്ഷാ ചുമതലയേറ്റു. ജയ്ഷാ ICCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ. വനിതാ ക്രിക്കറ്റിന് പ്രാധാന്യം നൽകുമെന്ന് ജയ്ഷാ. വാർത്തയിലേക്ക്. ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ദുർബലമായി. 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി പരിണമിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കൻ തമിഴ്നാട്ടിൽ നിന്നും ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുകയാണ്. ചുഴലിക്കാറ്റിനെ തുടർന്ന് റെക്കോർഡായ 48 സെന്റിമീറ്റർ മഴയാണ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയത്. ഇന്നുച്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ചുഴലിക്കാറ്റ് പരിണമിച്ചിരുന്നു. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം വീണ്ടും കുറയുമെന്നാണ് സൂചന. ശക്തമായ മഴയാണ് തമിഴ്നാട്ടിൽ അനുഭവപ്പെട്ടത്. പലയിടങ്ങളിലും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ തീവ്ര ന്യൂനമർദ്ദമായ ഫിഞ്ചൽ വൈകാതെ ന്യൂനമർദ്ദമായി മാറി. തുടർന്ന് മഴയുടെ ശക്തിയും കുറയും. 1978 രേഖപ്പെടുത്തിയ റെക്കോർഡ് മഴയേക്കാൾ ഉയർന്ന 48.2 സെന്റിമീറ്ററാണ് തമിഴ്നാട്ടിൽ ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തിയത്. മഴക്കെടുതിയിൽ 4 മരണം റിപ്പോർട്ട് ചെയ്തു. അടച്ചിട്ടിരുന്ന ചെന്നൈ വിമാനത്താവളം തുറന്നു. വൈദ്യുതാഘാതവും മറ്റ് പ്രളയക്കെടുതികളെയും തുടർന്ന് 10ഓളം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. കടുത്ത പ്രതിസന്ധി തരണം ചെയ്തതായി തമിഴ്നാട് മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജനം. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റ് ദുർബലമായി എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വലിയ ആശങ്കയുണ്ടായിരുന്നു ഇതിൻ്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ അത്രത്തോളം ആശങ്ക വേണ്ട എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും സുരേഷ്, നിലവിലെ സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയുടെ പ്രവചനമനുസരിച്ച് ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ശക്തി തീർത്തും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് 80-ലേറെ കിലോമീറ്റർ ശരാശരി വേഗതയിലാണ് കാറ്റടിക്കുകയും അതിന് പോലുള്ള മുന്നറിയിപ്പുകളുമാണ് ലഭിച്ചത്. ചിലയിടങ്ങളിലൊക്കെ 200-ലേറെ കിലോമീറ്റർ വേഗതയിൽ അതിശക്തമായ കാറ്റ് വീശിയ റിപ്പോർട്ടുകളും ചില നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ, അതായത് നേരത്തെ അത് ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന സൈക്ലോൺ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്നും തീവ്ര ന്യൂനമർദ്ദം എന്ന അവസ്ഥയിലേക്ക് മാറി. ഇനി ന്യൂനമർദ്ദമായി സ്വാഭാവികമായും അത് ഇല്ലാതാകുന്ന ഒരു രീതിയാണ് ന്യൂനമർദ്ദത്തിന്റെ ഒരു രീതിയായി വരുന്നത്. അത്തരത്തിൽ ചുഴലിക്കാറ്റുകളുടെ രീതി സ്വാഭാവികമായും ഈ ശക്തമായ ചുഴലിക്കാറ്റ് ഇപ്പോൾ ന്യൂനമർദ്ദമായി മാറാൻ ഇനി 5-6 മണിക്കൂറുകൾ മാത്രമാണ് വേണ്ടിവരിക. ഇപ്പോൾ അത് തീവ്ര ന്യൂനമർദ്ദമാണ്. ഇനി ന്യൂനമർദ്ദമായി മാറുന്നതിന് 5-6 മണിക്കൂറുകൾക്കകം ന്യൂനമർദ്ദമായി മാറുകയും അതിന്റെ ശക്തി പൂർണ്ണമായി കുറയുകയും ചെയ്യും. മാത്രമല്ല അത് വടക്കൻ തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലൊരു ആഘാതം വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അതിശക്തമായ മഴയാണ് ഈ 2 ദിവസങ്ങളിലുണ്ടായത്. ഈ 2 ദിവസങ്ങൾക്കെല്ലാം തന്നെ ഇടയുണ്ടായത്. അതിശക്തമായ മഴ ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്ത മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്തത് റെക്കോർഡ് മഴയാണ് എന്നാണ് ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ടുകൾ ഇത് സ്ഥിരീകരിക്കുന്നത്.
വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. 48 സെന്റിമീറ്ററോളം മഴ ഈ 2 ദിവസത്തിനിടെ അതിശക്തമായി പെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 30 സെന്റിമീറ്ററിൽ താഴെയാണ് 2018 കേരളത്തിലെ പ്രളയത്തിലെ മഴ എന്ന് പറയുമ്പോഴാണ് ഈ മഴയുടെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്വാഭാവികമായും വൻതോതിൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ അനുബന്ധ പ്രശ്നങ്ങളും ഉണ്ടായി എന്നും നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാവുന്നുണ്ട്. മാത്രമല്ല വൈദ്യുതി ആഘാതമേറ്റ് 3 പേർ മരിക്കുകയും അതുപോലെ തന്നെ സമാനമായ മഴക്കെടുതിയിൽ മറ്റൊരാൾ കൂടി മരിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ മഴയും ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുമായി ഉണ്ടായ മരണത്തിന്റെ എണ്ണം 8 എന്നാണ് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ട്. ഇവിടെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് പറയുമ്പോഴും ഈ പുതുച്ചേരിയിലായാലും തമിഴ്നാട്ടിലായാലും പ്രത്യേകിച്ച് ചെന്നൈയിലടക്കം ഇപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ ആ ഒരു സാഹചര്യം തന്നെയാണ്. ഈ മഴ മാറി സാധാരണ രീതിയിലേക്ക് ജനജീവിതം എത്താൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഇനിയും ഈ ജനജീവിതം സുഗമമാകുന്നതിന് ദിവസങ്ങൾ എടുക്കുമെന്നൊരു സാധ്യത നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കടലേറ്റമാണ് പ്രധാനമായ ഒരു പ്രശ്നമായും ഇത്രയും ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ ഉണ്ടാവുക. സാധാരണഗതിയിലുള്ള കടലിന്റെ അതിർത്തിയും കടന്ന് 1-2 കിലോമീറ്റർ പ്രദേശങ്ങളിൽ ശക്തമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് കടലിൽ നിന്നും തിരിച്ച് ശക്തമായി വെള്ളം കയറുകയും അത് തിരിച്ചൊഴുകി പോകാനുള്ള സാധ്യത വളരെ കുറവാകുകയും ചെയ്യുമ്പോഴാണ് പല മേഖലകളിലും ശക്തമായ വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കവും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വലിയ തോതിൽ തള്ളിക്കയറിയ വെള്ളം തിരിച്ച് അതിന്റെ ബഹിർഗമന മാർഗങ്ങളിലൂടെ പൂർണ്ണമായും പുറത്തേക്ക് പോകുന്നതിന് എടുക്കുന്ന സമയം വലിയ സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കാനും വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല വേലിയേറ്റത്തിന്റെ സ്വഭാവം കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും അതിന്റെ ഒരു വലിയ ദുരന്തമായി അത് മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചനകളും കണക്കുകളും അനുസരിച്ച് 48 സെന്റിമീറ്ററിലേറെ 48.2 സെന്റിമീറ്റർ മഴ പെയ്തു ഈ ദിവസങ്ങളിലായി എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു മഴ പെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത പല മേഖലകളിലുമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല ആ മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഏറെ റിസ്ക് ഉള്ളതും ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ അതീവ ഗൗരവമായ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളും വൈദ്യുതി ലൈനുകളിലേക്ക് പല മരങ്ങൾ വീഴുക, അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വൈദ്യുതി ചാർജ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഇൻസ്പെക്ഷൻ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വൈദ്യുതി ലൈനുകൾ ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ ഇരുട്ടിലായിരിക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടെ കുടിവെള്ള വിതരണം അതുപോലെ അനുബന്ധ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ നിശ്ചലമാകുന്നതോടെ കുടിവെള്ള വിതരണവും അതുപോലെ മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം തന്നെ സമാനമായ വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്യും. മാത്രമല്ല കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ടതുണ്ടാകും. അതുപോലെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലെ ക്യാമ്പുകളിലേക്ക് കഴിയുന്നവർക്കും അതിൻ്റെതായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. അത്തരത്തിൽ നിരവധിയായ സംഭവ വികാസങ്ങൾ ഈ ദുരന്തങ്ങൾക്ക് പുറകെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ഏറെ സമയമെടുക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വലിയൊരു രക്ഷാ ദൗത്യം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. സൈന്യവും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ അതായത് കഴിഞ്ഞ ആഴ്ച തന്നെ ഈ ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സാഹചര്യം മുൻകൂട്ടി കണ്ട് തീരത്തുണ്ടായിരുന്ന ബോട്ടുകൾ, അതായത് ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിക്കുന്ന വഞ്ചികൾ തൊട്ട് ട്രോളർ ബോട്ടുകളെല്ലാം അത്തരത്തിലുള്ള ബോട്ടുകളെല്ലാം തന്നെ വളരെ സുരക്ഷിതമായി തീരത്തേക്ക് അടുപ്പിക്കുകയും തീരത്ത് നിർത്താവുന്നവയെ തീരത്ത് തുടരാൻ അനുവദിക്കുകയും മറ്റുള്ള ഹാർബറിലുള്ളവയെ അങ്ങനെ വെള്ളത്തിൽ തുടരുകയും മറ്റുള്ളവ കരയിലേക്ക് കയറ്റി വയ്ക്കുന്ന ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി ഈ ജനജീവിതം സുഗമമാകുന്നതിന് ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുഴലിക്കാറ്റ് ദുർബലമായി കഴിഞ്ഞു. 12 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി പരിണമിക്കാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് നാളെ പ്രഖ്യാപിക്കുമെന്ന് കാവൽ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള ജനപിന്തുണ പോലും ലഭിക്കാത്ത കോൺഗ്രസ് സഖ്യം അനാവശ്യ പ്രചാരണങ്ങൾ നടത്തുകയാണ്. മഹായുതിയിൽ ആശയക്കുഴപ്പമില്ല എന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കി. സർക്കാർ രൂപീകരണ ചർച്ചകൾ നീണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും കോൺഗ്രസും മഹാവികാസ് അഘാഡിയും അനാവശ്യ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയത്.
മഹായുതിയിൽ ആശയക്കുഴപ്പങ്ങളില്ല. സഖ്യചർച്ചകൾ പൂർത്തിയായെന്നും നാളെ BJP യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സ്വീകരിക്കുന്ന ഏതു തീരുമാനത്തിനും നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ട്. आदरणीय प्रधानमंत्री जी, आदरणीय गृह मंत्री अमित भाई और गृह मंत्रालय को लेकर के कोई मांग है क्या आप लोगों की? भारतीय जनता पक्ष के अध्यक्ष नड्डा जी जो मुख्यमंत्री पद के बारे में तय करेंगे उसको मेरा पूरा समर्थन मैंने ऑलरेडी दे दिया है. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ജനപിന്തുണ പോലും നൽകാതെ മഹാരാഷ്ട്ര കോൺഗ്രസ് സഖ്യത്തെ തള്ളിക്കളഞ്ഞു. എന്നാൽ കോൺഗ്രസും ചില മാധ്യമങ്ങളും നിലവിൽ അനാവശ്യ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകില്ലെന്ന് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയതോടെ ദേവേന്ദ്ര ഫഡ്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനാണ് സാധ്യത. എന്നാൽ ഇക്കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വം തീരുമാനം പുറത്തുവിട്ടിട്ടില്ല. ഈ മാസം 5-ന് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് BJP നേതൃത്വം അറിയിച്ചിരുന്നു. ജനം, ഡൽഹി. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കിടക്കുകയാണ് BJPയും ആം ആദ്മി പാർട്ടിയും. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും പരിവർത്തൻ യാത്ര എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ BJP തീരുമാനിച്ചു. അതേസമയം ഡൽഹിയിൽ ആരുമായും ആം ആദ്മി പാർട്ടി സഖ്യത്തിനില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. 2025 ഫെബ്രുവരി 23-ന് ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ കാലാവധി അവസാനിക്കും. ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് BJPയും ആം ആദ്മി പാർട്ടിയും. BJPയുടെ ഡൽഹി ഘടകം പ്രത്യേക യോഗം ചേർന്നു. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഡൽഹിയിൽ പരമാവധി സീറ്റുകൾ നേടി അധികാരം തിരിച്ചുപിടിക്കാനാണ് തീരുമാനം. വായു മലിനീകരണം, കുടിവെള്ള പ്രശ്നം, റേഷൻ വിതരണം, റോഡുകളുടെ ശോചനീയാവസ്ഥ അടക്കം ഉയർത്തിക്കാട്ടി 8-ാം തീയതി മുതൽ ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും പരിവർത്തന യാത്ര നടത്താൻ തീരുമാനിച്ചതായി BJP ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര सचदेव व्यक्तमाकी. देखिए, दिसंबर के दूसरे सप्ताह में ये यात्रा प्रारंभ होगी. पर्पस सीधा सा एक है कि दिल्ली से इस भ्रष्टाचारी सरकार को जो बिजली नहीं दे पाई, पानी नहीं पिला पाई, सड़क नहीं बना पाई और अपना शीशमहल बनाती है, लूटपाट करती है, अवैध घूसखोरी करते हैं, अवैध वसूली करते हैं, भ्रष्टाचार करते हैं. इस परिवर्तन यात्रा के माध्यम से दिल्ली की जनता अपना मन बताएगी कि हाँ, अब इस सरकार की रवानगी का टाइम आ गया है. BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും എത്തിയ 6 പേരടക്കം 11 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. വികസനം ചർച്ചയാക്കാതെ കേന്ദ്ര സർക്കാരിനെ പഴിചാരി മാത്രം പ്രചരണത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതേസമയം ഡൽഹിയിൽ ആരുമായും സഖ്യമില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. विधानसभा चुनाव की अब सुगबुगाहट शुरू हो गई है. गठबंधन की लगातार बातें चल रही हैं, तो क्या दिल्ली में कोई गठबंधन नहीं होगा? എന്നാൽ ഡൽഹിയിലെ പ്രചരണ ചിത്രത്തിലെങ്ങും കോൺഗ്രസിന് ഇടമില്ല. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയാതെ പോയ കോൺഗ്രസിന്റെ അവസ്ഥ ഇനിയും മെച്ചപ്പെട്ടിട്ടില്ല. ജനം, ഡൽഹി. ഉത്തർപ്രദേശിലെ ഷാഹി ജുമാ മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പ്രത്യേക അധികാരങ്ങൾ വേണമെന്ന റിപ്പോർട്ട്. സംരക്ഷിത സ്മാരകമെന്ന നിലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മാത്രമേ പൊതുജനങ്ങളെ പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കാവൂ എന്നാവശ്യപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയിൽ റിപ്പോർട്ട് നൽകി. അതേസമയം അഭിഭാഷക കമ്മീഷന്റെ സർവേക്കിടെയുണ്ടായ ആക്രമണത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തെളിവെടുപ്പ് ആരംഭിച്ചു. 2018 ജനുവരി 19-ന് പള്ളിക്കുള്ളിൽ സ്റ്റീൽ വേലികൾ അനധികൃതമായി സ്ഥാപിച്ചതിന് പള്ളിയുടെ മാനേജ്മെന്റ് കമ്മിറ്റി നിയമ നടപടി നേരിട്ടതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയിൽ വ്യക്തമാക്കി. സംരക്ഷിത സ്മാരകമെന്ന നിലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം മാത്രമേ പൊതുജനങ്ങളെ പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കാവൂ. സ്മാരകത്തിന്റെ നടത്തിപ്പിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പ്രത്യേക അധികാരം വേണമെന്നും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും സ്ഥലപരിശോധന നടത്തുമ്പോൾ പള്ളി കമ്മിറ്റിയിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും വെല്ലുവിളികൾ നേരിടുന്നതായും ചൂണ്ടിക്കാട്ടിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അതേസമയം അഭിഭാഷക കമ്മീഷൻ സർവേക്കിടെ സംഭലിലുണ്ടായ അക്രമങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ സ്ഥലം സന്ദർശിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ അറോറ, റിട്ടയർഡ് IAS ഓഫീസർ അമിത് മോഹൻ പ്രസാദ്, റിട്ടയർഡ് IPS ഓഫീസർ അരവിന്ദ് കുമാർ ജെയിൻ എന്നിവർ അംഗങ്ങളായ സമിതിയാണ് ഇന്ന് പ്രദേശം സന്ദർശിച്ചത്. വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സമിതിക്ക് ലഭിച്ച നിർദ്ദേശം. ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ഇസ്കോൺ ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തി. ഇന്നലെ ശ്യാംദാസ് പ്രഭു എന്ന യുവ സന്യാസിയെ കൂടി ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദു ക്രിസ്തീയ സമൂഹം അതിക്രമങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ലോകത്തെ 150-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചത്.
इस्कॉन के द्वारा पूरे विश्व में इस्कॉन के 1000 मंदिरों केंद्रों के द्वारा शांति प्रार्थना रखी गई है, क्योंकि हम चैतन्य महाप्रभु, श्री राधा पार्षार्थी, भगवान कृष्ण, सीताराम कृष्ण, हनुमान जी और नरसिंह भगवान से प्रार्थना करते हैं कि जितनी जल्दी हो सके ये बांग्लादेश में जो कृष्ण भक्तों को और दूसरी जो हमारी हिंदू സനാതനി ഭക്ത हैं। അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ബംഗ്ലാദേശിൽ നടക്കുന്നത് ന്യൂനപക്ഷ വേട്ടയാണെന്നും ഭാരത സർക്കാർ ഇടപെട്ടാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ എന്നും ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധ വിഷയത്തിൽ വേണമെന്നും അഖില ഭാരതീയ അഖാഡ പരിഷത്ത് പ്രസിഡന്റ് മഹന്ത് രവീന്ദ്രപുരി വ്യക്തമാക്കി. ये सनातन धर्मावलंबियों के लिए बहुत ही कष्ट का विषय है और 100 करोड़ हिंदुओं के लिए बहुत शर्म की बात है। भारत सरकार को इस पर तत्काल जो है एक बोल्ड स्टेप उठाना चाहिए। बांग्लादेश सरकार को सख्ती से इसमें करना चाहिए और वहाँ के जो सेना अध्यक्ष हैं उनके साथ में हमारे यहाँ मिलिट्री के सेना अध्यक्ष की मीटिंग भी हुई थी। उन्होंने आश्वासन दिया था कि जो वहाँ हिंदू अल्पसंख्यक है उनकी सुरक्षा गारंटी दी जाएगी। जिस प्रकार से धर्म स्थानों को, मंदिरों में जो तोड़फोड़ हो रही है और जो धार्मिक जनता है उनको पूजा पाठ करने से रोका जा रहा है, ये यूएनओ का जो कानून है उसका भी उल्लंघन है। मानव अधिकार आयोग को भी इस पे संज्ञान लेना चाहिए। अंतर्राष्ट्रीय जो राजनीति है आज की, ഇന്നലെ ശ്യാംദാസ് പ്രഭു എന്ന യുവ സന്യാസിയെ കൂടി ബംഗ്ലാദേശ് പോലീസ് അനധികൃതമായി അറസ്റ്റ് ചെയ്തതോടെ പ്രതിഷേധങ്ങളും ശക്തമായി. സന്യാസി സമൂഹമാകെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നു. കൂടാതെ ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകളും ബംഗ്ലാദേശ് സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ചു. ജനം, ഡൽഹി. തെലങ്കാനയിലെ മുളുഗു ജില്ലയിൽ 7 മാവോയിസ്റ്റുകളെ വധിച്ചു. എടൂർ നഗരം വനമേഖലയിലെ ചൽപ്പാക്കയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ബദ്രു എന്ന പ്രധാന നേതാവ് അടക്കമാണ് കൊല്ലപ്പെട്ടത്. തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും പ്രത്യേക സേനാ വിഭാഗം തെരച്ചിൽ നടത്തുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മാവോ സംഘം വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിലാണ് 7 മാവോയിസ്റ്റുകളെ വധിച്ചത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണെന്ന് ഉന്നത പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കായി പുതിയ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ISRO. PSLV-C-59 റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തുക. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഉപഗ്രഹം പോബ്ര 3 PSLV-C-59 ഭ്രമണപഥത്തിലെത്തിക്കും. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 580 കിലോ മൊത്തം ഭാരം വരുന്ന ഉപഗ്രഹമാണ് ഭ്രമണപഥത്തിൽ എത്തിക്കുക. 2 ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് വിക്ഷേപിക്കുകയും ബഹിരാകാശത്ത് എത്തിയതിനു ശേഷം വേർപിരിയുകയും ചെയ്യുന്ന കൃത്രിമ ഉപഗ്രഹമാണ് പ്രോബ 3. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൗര നിരീക്ഷണ ദൗത്യമാണ്. ചെറു ഉപഗ്രഹങ്ങളായി മാറുമെങ്കിലും പ്രവർത്തനം പരസ്പര പൂരകമാണ്. സോളാർ കൊറോണയുടെ നിരീക്ഷണമാണ് ലക്ഷ്യം. ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ദൂരം 600 കിലോമീറ്ററും കൂടിയ ദൂരം 60,530 കിലോമീറ്ററുമായ ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുക. 2 സമാന്തര പാതകളിൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നു എന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ ഇരു ഉപഗ്രഹങ്ങളും കമ്മീഷൻ ചെയ്യുകയുള്ളൂ. സയൻസ് ഡെസ്ക്, ജനം. അലിപ്പോ നഗരത്തിൽ നിന്ന് പിന്മാറിയതായി സിറിയൻ സൈന്യം. നഗരം ഭീകരരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസർ വ്യക്തമാക്കി. അലിപ്പോ നഗരത്തിൽ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ചിലയിടങ്ങളിൽ റഷ്യൻ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നു. വിമതർക്കെതിരെയാണ് റഷ്യ ആക്രമണം നടത്തിയത്. സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ 370ഓളം പേർ കൊല്ലപ്പെട്ടു. അലിപ്പോയിൽ സിറിയൻ സൈന്യം പിന്മാറി ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് ബാഷർ അൽ അസദ് അറിയിച്ചു. സൈന്യവും സമാനമായ നിലപാടിലാണ്. ഇദ്ലിബ്, ഹമ മേഖലകളിലും ആക്രമണം ശക്തമാണ്. തുർക്കി പിന്തുണയ്ക്കുന്ന ഹയത്ത് തഹരീർ അൽഷം സംഘടനയാണ് വിമത മുന്നേറ്റം നടത്തുന്നത്. സിറിയയുടെ സുരക്ഷയ്ക്ക് ഭീകരതയെ ഇല്ലാതാക്കുമെന്ന് പ്രസിഡന്റ് ആവർത്തിച്ചു. ബ്രിട്ടൻ ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടനയാണ് മരണം സംഭവിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ദിവസങ്ങളായി വിമത മുന്നേറ്റം സിറിയയിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ജനം. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അലിപ്പോ നഗരത്തിൽ നിന്നും സിറിയൻ സൈന്യം പിന്മാറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഭീകരർക്കെതിരെയുള്ള സൈന്യത്തിൻ്റെ പോരാട്ടം, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി.
തീർച്ചയായും സുരേഷ്, ശക്തമായ ഒരു പോരാട്ടമാണ് അലിപ്പോ നഗരത്തിൽ നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഭീകര സംഘടനയായ ഹസ്രത്ത് അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടന ശക്തമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ആക്രമണം ശക്തി കൂടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അലിപ്പോ നഗരവും അതുപോലെ തന്നെ ഇദ്ലിബ് നഗരവും ഹമം എന്ന് പറയുന്ന നഗരവും എല്ലാം തന്നെ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് സേന പിന്മാറ്റം വരെ, അതായത് അലെപ്പോ നഗരത്തിൽ നിന്നുള്ള സിറിയയുടെ സൈന്യം പിന്മാറി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബസദ് അൽ അസറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം, ഭരണ സംവിധാനത്തിന്റെ സൈന്യം പൂർണ്ണമായും പിന്മാറിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. തീർച്ചയായും ശക്തമായ ഒരു ആക്രമണം അവിടെ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനിടെയാണ് റഷ്യയുടെ അതിശക്തമായ ആക്രമണം അലിപ്പോയിൽ ഉണ്ടായത്. റഷ്യൻ സർക്കാരിനെ, അതായത് റഷ്യയുടെ ബസദ് അൽ അസറിന്റെ പിന്തുണ നൽകുന്ന റഷ്യൻ വ്യോമസേന ശക്തമായ ഒരു ആക്രമണം മേഖലയിൽ നടത്തിയെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇന്നാണ് അത്തരം റിപ്പോർട്ടുകൾ സംബന്ധിച്ച സ്ഥിരീകരണം. ഇവിടെ ഈ താൽക്കാലികമായ ഒരു പിന്മാറ്റമാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സിറിയൻ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ ഒരു തിരിച്ചടി നൽകി ഒരു പ്രത്യാക്രമണത്തിനുള്ള അല്ലെങ്കിൽ ആക്രമണം ശക്തി പ്രാപിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആക്രമണം ശക്തി പ്രാപിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ശക്തമാക്കാനുള്ള ഒരു നീക്കം തന്നെ നടക്കുന്നു എന്നാണ് റഷ്യയുടെ ഇടപെടലിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. റഷ്യ ശക്തമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അത് എയർഫോഴ്സ് റെയ്ഡാണ് വളരെ ശക്തമായി നടത്തിയത്. ആ മേഖലയിലെല്ലാം തന്നെ ശക്തമായ ഒരു ആക്രമണം എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അത് വിമത കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായും കേന്ദ്രീകരിച്ചുകൊണ്ട് നീക്കം തന്നെയാണ് നടന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വിമത കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ച് റഷ്യൻ സൈന്യം ആക്രമണം നടത്തുകയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു തിരിച്ചടിക്കുള്ള നീക്കം തന്നെയാണ് നടത്തുന്നത് എന്ന് തന്നെയാണ്. അത്തരത്തിൽ തെഹ്രീർ അൽ ഷം എന്ന സംഘടന അതിശക്തമായ ഇടപെടൽ നടത്തുന്ന മേഖലകളിലും അതുപോലെ തന്നെ ശക്തമായ സൈനിക മുന്നേറ്റങ്ങൾ നടത്തുന്ന മേഖലകളിലെല്ലാം തന്നെ ഈ റഷ്യയുടെ സംവിധാനങ്ങളുടെ ശക്തമായ ഒരു വിന്യാസം നടക്കുന്നു. അത് എയർഫോഴ്സ് സംവിധാനങ്ങളുടെ വിന്യാസമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായ ഒരു ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ, റഷ്യയുടെ ഒരു എയർഫോഴ്സ് ആക്രമണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും സൈന്യം ഈ നിലവിലെ ഈ വിപ്ലവകാരികൾ അല്ലെങ്കിൽ ഈ വിമതരുടെ ആക്രമണത്തെ പൂർണ്ണമായും, വിമതരുടെ സാന്നിധ്യത്തെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തകർക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ സിറിയൻ സൈന്യത്തിന് ആ മേഖലയിൽ കരയുദ്ധം ആരംഭിക്കാനുള്ള ഒരു സാധ്യത തുറന്നു കൊടുക്കുക തന്നെയാണ് റഷ്യയുടെ ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വലിയൊരു ആക്രമണം, ഒരു പ്രത്യാക്രമണത്തിനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക. അതിന്റെ ഭാഗമായി അലിപ്പോ നഗരത്തിൽ നിന്നും സൈന്യം സുരക്ഷിതമായി മാറി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് സാധ്യത എങ്കിൽ തീർച്ചയായും വലിയൊരു ആക്രമണത്തിലേക്ക് തന്നെ കാര്യപ്പെടുമെന്ന് തന്നെയാണ് നിലവിലെ ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആക്രമണം നടക്കുകയാണെങ്കിൽ ഈ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള ഒരു ഒരുക്കം കൂടി നടക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. സിറിയയിലെ ഈ ആഭ്യന്തര കലാപം അതിരൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ തുർക്കിയുടെ പിന്തുണയോടെയുള്ള ഈ ഭീകര സംഘടന, അത് IS ഉൾപ്പെടെ ഭീകര സംഘടന സ്വഭാവമുള്ള അല്ലെങ്കിൽ അവർക്ക് വേരുകളുള്ള സമാനമായ സ്ലീപ്പർ സെല്ലുകളൊക്കെ പ്രവർത്തിച്ച സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം കോപ്പുകൂട്ടി തന്നെയാണ് ഇവർ എത്തിയത് എന്നാണ് ഈ ആക്രമണങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാനും സാധിച്ചത്. തീർച്ചയായും 3 ദിവസം മുമ്പ് ഈ ആക്രമണം ആരംഭിക്കുമ്പോൾ അതിശക്തമായ രീതിയിൽ മുന്നേറാനുള്ള ഒരു സംവിധാനം വിമതരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറെ പ്രാധാന്യത്തോടെ വീക്ഷിക്കേണ്ട ഒരു വിഷയം. അത്തരത്തിൽ അതിശക്തമായ ഒരു നീക്കം നടത്തി ആ നീക്കത്തെ പ്രതിരോധിക്കാനും അതിനെ തടയിടാനും അതിനെ കാര്യക്ഷമമായി ചെറുക്കാനും സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ശക്തമായ നീക്കത്തിനുള്ള ഒരു സാധ്യത തുറന്നു കിടക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1-2 ദിവസത്തിനകം വലിയൊരു തിരിച്ചടി സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും, സ്വാഭാവികമായും റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് രാത്രി, അതായത് ഇനി വരുന്ന മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള ഒരു നീക്കം, ഒരു നോക്കൌട്ട് പഞ്ചിനുള്ള നീക്കം റഷ്യൻ വ്യോമസേന നടത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അത്തരത്തിലൊരു നീക്കം നടക്കുകയാണെങ്കിൽ അലിപ്പോ നഗരത്തിലേക്ക് 1-2 ദിവസത്തിനുള്ളിൽ, ഏറിയാൽ 1-2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഔദ്യോഗികമായി സൈന്യം പ്രവേശിക്കാനുള്ള സാധ്യത, സിറിയൻ സൈന്യം പ്രവേശിക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അങ്ങനെ പ്രവേശിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഭീകര സംഘടനകളെല്ലാം തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തുടർന്ന് ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കും സൈന്യത്തിന് എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. സുരേഷ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി ജയ് ഷാ ചുമതലയേറ്റു. ക്രിക്കറ്റ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വളർത്തുമെന്നും വനിതാ ക്രിക്കറ്റിന് പ്രാധാന്യം നൽകുമെന്നും ചുമതലയേറ്റ ശേഷം ജയ് ഷാ പ്രതികരിച്ചു. ICCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനാണ് ജയ് ഷാ.
ഭാരതത്തിലെ കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇത് അഭിമാന നിമിഷം. BCCIയുടെ സെക്രട്ടറി ജയ് ഷാ ഇനിയും ICCIയെ നയിക്കും. ICC തലപ്പത്തെത്തുന്ന ഏറ്റവും ചെറുപ്പക്കാരനായ വ്യക്തിയാണ് 36-കാരനായ ജയ് ഷാ. N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ എന്നിവരാണ് ഇതിനു മുൻപ് ICC ചെയർമാനായ ഇന്ത്യക്കാർ. ജഗ്മോഹൻ ഡാൽമിയയും ശരത് പവാറും ICCയുടെ പ്രസിഡന്റുമാരായിട്ടുണ്ട്. BCCI സെക്രട്ടറി ആയിരിക്കെ ജയ് ഷാ നടപ്പാക്കിയ പരിഷ്കരണ പ്രവർത്തനങ്ങൾ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് പുരുഷ താരങ്ങളുടെ അതേ പ്രതിഫലം ഉറപ്പാക്കിയതും ആഭ്യന്തര കളിക്കാർക്ക് പ്രതിഫലം ഉറപ്പാക്കിയതുമൊക്കെ ജയ് ഷായാണ്. 2023 ഏകദിന ലോകകപ്പ് ഭാരതത്തിൽ മികച്ച രീതിയിൽ നടത്തിയതും കഴിഞ്ഞ 2020 ലോകകപ്പ് നേടിയതുമെല്ലാം ICCയിലേക്കുള്ള ജയ് ഷായുടെ വളർച്ചയിൽ നിർണായകമായി. ജനം, ഡൽഹി. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യൻ താരം ഡി ഗുകേഷും ചൈനയുടെ ഡെങ് ലിറനും തമ്മിലുള്ള 5-6 റൗണ്ട് മത്സരവും സമനിലയിൽ. 40 ഇന്നിംഗുകൾക്കൊടുവിലാണ് ഇരുവരും സമനിലയിൽ പിരിഞ്ഞത്. വെള്ളിയാഴ്ചത്തെ 4-ാം റൗണ്ട് മത്സരവും സമനിലയിൽ കലാശിച്ചിരുന്നു. നിലവിൽ 2.5 പോയിന്റ് വീതവുമായി ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. 6ാം ഗെയിം മത്സരം ഇന്ന്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.